ഹലോ വെൽക്കം ബാക്ക് ടു അവർ തീം സ്റ്റോറീസ്. ഇന്ന് നമ്മുടെ ഫുഡ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം നമുക്കൊരു പാനിപൂരി ഷോപ്പിൽ പോവാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് കഫേയിൽ പോവാം എന്നുള്ളതായിരുന്നു. സ്റ്റിൽ നമ്മളതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാനിപൂരി കഫേയിൽ പോകുന്നില്ല, ഈവനിങ് ടീ ഷോപ്പിൽ പോവാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാനിങ്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മെയിൻ റോഡിൽ എത്തിയതിന് ശേഷം നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈവനിങ് ഷോപ്പ് ഏതാണോ കാണുന്നത് അവിടെ കയറാമെന്നുള്ളതാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും നേരം നടന്നിട്ട് നമുക്ക് ഈവനിങ് ഷോപ്പ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ വിചാരിച്ചു നമുക്ക് പോകുന്ന വഴിയിൽ എന്തായാലും പിസ്സ ഹട്ട് ഉണ്ട്, സോ അവിടെ കയറിയതിന് ശേഷം പിസ്സ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഈവനിങ് ഷോപ്പിൽ കയറാനാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരും ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. പോരാത്തതിന് നമുക്ക് 3 പേർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ളത് ഓർത്തിട്ട് മാത്രമായിരുന്നു നമ്മളിങ്ങനെ നടക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ പിസ്സ ഹട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പിസ്സ ഹട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാണ്ടിക്കാട് റൂട്ട് വരുമ്പോൾ വണ്ടൂർ റോഡിലോട്ട് തിരിഞ്ഞിട്ടാണ് നമുക്കിതേ ലൊക്കേഷൻ വരുന്നത്. നമ്മളവിടെ എത്തി ഫുഡ് നോക്കുമായിരുന്നു കേട്ടോ. നമ്മൾ മെനു കാർഡ് നോക്കിയിട്ട് 3 പേര് കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം 2-3 ഫുഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നമ്മളവിടെ പോയിരുന്നതിന് ശേഷം വീഡിയോസും അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഭയങ്കര പ്രൈവസിയാണ് കേട്ടോ. നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. ആൻഡ് ഇവിടെ അധികം ക്രൗഡൊന്നും അല്ല. നമ്മൾ വന്ന സമയത്താണെങ്കിലും അധികം ക്രൗഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫൈനലി നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഒന്നാമത്തെ സംഭവം. ഇതൊരു ചിക്കൻ്റെ ഫുഡാണ്. ഇത് ഭയങ്കര ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളൊരു ഫുഡായിരുന്നു. ആൻഡ് നമ്മൾ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിസ്സ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിരുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ റൗണ്ടിലുള്ള സാധനം, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അത് എന്താണ് അവർ കൊണ്ടുവന്ന് നമുക്കറിയില്ല. ചിക്കൻ്റെ ഫുഡ് കഴിച്ച സമയത്ത് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുവിധം. അത് അത്യാവശ്യം ഒരു എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും ടേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് ആക്ച്വലി നമ്മൾ ഓർക്കുന്നില്ല എന്നല്ല, നമ്മളതിൽ മെനു കാർഡ് നോക്കി ഓർഡർ ചെയ്യുക ചെയ്തിരുന്നത്. അപ്പോൾ പേരെന്താണെന്ന് ഇപ്പോൾ ഒരു ഓർമ്മയില്ല ആക്ച്വലി. ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇത് അത്യാവശ്യം ഒരു സ്പൈസി ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ ഇതിലുള്ളൊരു പ്രശ്നം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊരു മധുരത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി അവിടെ ചില്ലി ഫ്ലേക്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ ചില്ലി ഫ്ലേക്സൊക്കെ കുറച്ച് കൂടെ ഇട്ട് അങ്ങനെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇത് നമുക്ക് 3 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിസ്സ ആയിരുന്നു. പക്ഷേ പിസ്സയുടെ മുൻപായിട്ട് തന്നെ അവർ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതവിടെ എന്തോ ഒരു ഓഫറും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുമായിട്ട് നമുക്കൊരു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു റൗണ്ടിലുള്ള. അത് കഴിക്കുന്ന സമയത്തായിരുന്നു അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു സംഭവം, പക്ഷേ ആർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു പിസ്സയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ചട്പട്ട പിസ്സ എന്നായിരുന്നു അതിൻ്റെ പേര് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇത് അത്യാവശ്യം സ്പൈസി ആയിരുന്നു, ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനും അത്യാവശ്യം ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്രീമി ടെക്സ്ചറായിരുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ചോയ ചങ്ക്സൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതർവൈസ് ഇത് അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വിശപ്പൊക്കെ കംപ്ലീറ്റ്ലി തീർത്തിട്ട് നമ്മൾ ഇറങ്ങാനായിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത പിസ്സയും കൂടെ വരാനുണ്ടായിരുന്നു. ആൻഡ് ഓർഡർ ചെയ്ത പിസ്സയും കൂടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ ഇറങ്ങി. നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. ആൻഡ് നമുക്ക് ലാസ്റ്റ് നമ്മുടെ നാട്ടിലോട്ടുള്ള ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6:20 ആ ബസ്സും കൂടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 6:45 സോ നമുക്ക് ഉറപ്പായിരുന്നു നമുക്ക് ബസ് കിട്ടില്ല എന്നുള്ള കാര്യം. നമ്മൾ ഫൈനലി വിചാരിച്ചു നമുക്ക് ഓട്ടോ വിളിച്ച് പോവാമെന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് കുറച്ചും കൂടി നമ്മൾ സ്റ്റാൻഡിലെത്തുമ്പോഴത്തേനും കുറച്ചും കൂടെ നല്ല ഇരുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് നല്ലൊരു മഴയും പെയ്തു. നമ്മൾ കുടയൊക്കെ പിടിച്ച് അവർ പുറകിൽ വരുമായിരുന്നു. നമ്മളങ്ങനെ കുടയൊക്കെ പിടിച്ച് പോയി.
ആൻഡ് നമ്മൾ കുറേ സമയം അവിടെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിന്നു. കുറേ ടൈം നിന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു ഓട്ടോ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ടയേർഡായിട്ടുണ്ടായിരുന്നു, നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നമ്മൾ കുറേ സമയം നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ സമയം പോകുന്നത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ബസ്സിൽ പോകാമെന്നുള്ള ഇതിൽ നമ്മൾ ബസ്സിൽ പോയി. ഇത് നമ്മുടെ നാട്ടിലോട്ടുള്ള ബസ്സല്ല, വേറെ റൂട്ടുള്ള ബസ്സാണ്. നമുക്ക് ഈ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോയിൽ വീണ്ടും പോകണം. നമ്മൾ ബസ് ഇറങ്ങിയപ്പോഴത്തേനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 7:30 ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ഇരുട്ടും ആയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയിട്ടൊന്നും വീട്ടിൽ കയറാറില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാറില്ല. ആൻഡ് നമ്മളിപ്പോൾ ഫൈനലി ഓട്ടോ ഒക്കെ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.